ഇല്ല ഇല്ല മംഗലത്തിന് മുമ്പ് വിളിച്ചിട്ട ഞാൻ ഇത്ര 5 വർഷമായി മംഗലായിട്ട് വെളിക്കൽ കുടിക്കണമെന്നില്ല. അല്ല സാർ വേണ്ടാത്ത സാധനം ഇല്ല ഇല്ല സാറേ ഞാനല്ല സാറേ കളയ സാറേ ഞാൻ അങ്ങനത്തെ ഒന്നും ഇതാക്കല്ലേ സാറേ ഞാൻ ഇങ്ങോട്ട് ഇതൊന്നും പറ്റും. നമസ്കാരം. താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതിന് യുവാവ് പിടിയിലായി. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെർലടുക്കയിലെ പച്ചക്കോട്ടസിൽ താമസിക്കുന്ന കർണാടക സ്വദേശിയായ ഉമ്മറുൽ ഫാറൂഖാണ് എക്സൈസിന്റെ പിടിയിലായത്. 6-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി കാസർഗോഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രിവന്റീവ് ഓഫീസറായ ഉണ്ണികൃഷ്ണൻ, കണ്ണൻ കുഞ്ഞി, സിവിൽ എക്സൈസ് ഓഫീസറായ ഷിംജിത്ത്, വനിതാ എക്സൈസ് ഓഫീസറായ ധന്യ, എക്സൈസ് ഇൻസ്പെക്ടർ ഷൈജു തുടങ്ങിയ എക്സൈസ് സംഘം ചെർലടുക്കയിൽ എത്തുന്നത്. 1 മണിയോടുകൂടി ചെർലടുക്കയിലെത്തിയ എക്സൈസ് സംഘം പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. തുടർന്ന് പ്രതി വീട്ടിനകത്ത് ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം ചെർലടുക്കയിലെ ആ പച്ചക്കോട്ടസിലെ പിന്നാമ്പുറം പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. Hello. നീ എടുത്തോ, അങ്ങോട്ട് എടുത്തോ, ഇങ്ങോട്ടേക്ക് എടുക്കണം. നല്ല കവർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം അടിപൊളിയായിട്ട്. കവർ പറഞ്ഞ അതിന്റെ 6 ദിനം കുഴക്കണ്ടല്ലോ. കൃഷിയോട് വലിയ താല്പര്യമാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കോയക്ക കൃഷിയാണ് താൻ നടത്തിയതെന്നും കഞ്ചാവ് കൃഷിയല്ല, ആ ചെടി തനിയെ അവിടെ വളർന്നു വന്നതാണെന്നാണ് ആദ്യഘട്ടത്തിൽ ഉമ്മറുൽ ഫാറൂഖ് പറഞ്ഞത്. എന്നാൽ അത്തരം വാദങ്ങളൊന്നും എക്സൈസ് ഓഫീസർമാരുടെ മുന്നിൽ വില പോയില്ല. ഓരോ ചോദ്യങ്ങളും കൃത്യമായി അളന്നു മുറിന്ന് ചോദിച്ചപ്പോൾ ഉമ്മറുൽ ഫാറൂഖിന് ഉത്തരം മുട്ടി.
ഇല്ല മംഗലത്തിന് മുമ്പ് വിളിച്ചിട്ട ഞാൻ ഇത്ര 5 വർഷമായി മംഗലായിട്ട് വെളിക്കിൽ കുടിക്കണമെന്നില്ല. അല്ല സാർ വേണ്ടാത്ത സാധനം ആരെങ്കിലും ഇല്ല സാറേ ഞാനല്ല സാറേ കളയ സാറേ ഞാൻ അങ്ങനത്തെ ഒന്നും ഇതാക്കല്ലേ സാറേ ഞാൻ ഇങ്ങോട്ട് ഇതൊന്നും പറ്റും. എനിക്കറിയില്ല ഞാൻ രാവിലെ ആളെടുത്ത് ചോദിച്ചില്ല ഞാൻ ഇങ്ങനത്തെ നട്ടില്ല എന്ത് അമ്മ അത് പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാ. ഇല്ല സാറേ നമുക്കറിയില്ല. കാരണം നല്ല ഇനം വിത്ത് കിട്ടുന്നുണ്ടെങ്കിലും കൃത്യമായ വളം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ കൃഷി തുടങ്ങാനിട്ടാണ്. എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടായിട്ടില്ലല്ലോ. അതെല്ലാം പറഞ്ഞിട്ട് ഒരു അവസ്ഥയും ചിന്തിക്കണതാണ്. ഒരു മക്കളെല്ലാം കൂട്ടി ജീവിക്കുമ്പോൾ ഇതാ പറഞ്ഞു ഇയാളുണ്ട്. ആ നടപടികളെല്ലാം അവസാനിപ്പിച്ച് ഉമറുൽ ഫാറൂഖുമായി എക്സൈസ് സംഘം പച്ചക്കോട്ടസ് കടന്നു പോയതിനു ശേഷം ഒരു വ്യക്തി വല്ലാണ്ട് വെപ്രാളം കാണിക്കുന്നുണ്ടായിരുന്നു. ആരാണ് എക്സൈസ് ഓഫീസർക്ക് ഒറ്റ നൽകിയത്? അവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു നൽകുമെന്നൊക്കെ വെല്ലുവിളി വന്നു. എന്നാൽ ഇത്തരം വെല്ലുവിളികൾ കേട്ട് ഇറങ്ങിപ്പോകാൻ മാത്രം മനസ്സനുവദിച്ചില്ല. ഞങ്ങൾ അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു, ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നത് ഞങ്ങളാണെന്ന് കൂട്ടിക്കോളൂ, നിങ്ങൾ എന്ത് ചെയ്യും? ഇതോടെ പത്തി മടക്കി ആ വെപ്രാളക്കാരൻ തിരിച്ചു പോകുകയും ചെയ്തു. കഞ്ചാവ് പിടിച്ചതിനെ എക്സൈസ് സംഘത്തിനെയും മറ്റുള്ളവരെയും അഭിനന്ദിക്കുകയല്ല ചെയ്യുന്നത്, പകരം ചോദ്യം ചെയ്യുകയാണ്. ഇല്ലാതാക്കി കളിയുമെന്ന് പറയുകയാണ്, നിങ്ങളെ തീർത്ത് കളിയുമെന്ന് പറയുകയാണ്. ഇതാണ് ചിലരുടെ കാഴ്ചപ്പാട്. സമൂഹം ഇതിന് വളം വെച്ച് നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിന് കാരണമായതും കഞ്ചാവ് തന്നെയാണ്. 7ാം ക്ലാസ്സിൽ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ ആ ചെറുപ്പക്കാരൻ 8ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കഞ്ചാവിന് അടിമയായിരുന്നു. നാട്ടിലും വീട്ടിലും ഒക്കെ പ്രശ്നമായിരുന്നു. ഇങ്ങനെയുള്ള യുവാക്കളെ സൃഷ്ടിക്കാനാണോ നമ്മുടെ പൊതുസമൂഹം കൈയടിക്കുന്നതെന്ന് ചിന്തിക്കണം. നന്ദി, നമസ്കാരം.